ഹായ് എവ്രി വൺ, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഒരു 7 ഡേ ഒരു 1 വീക്ക് പ്ലാൻ ഫോർ പ്രിപ്പറേഷൻ ഫോർ സ്റ്റേജ് 3 ഡിഗ്രി പ്രിലിംസ് അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 3 കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ഒരു ഐഡിയ ആണ്. നമുക്കറിയാം ഇനി ഒരു 2 വീക്സ് തികച്ചും ഇല്ല. നമുക്ക് ഈ മന്തിലൊരു 8 ഡേയ്സ് ഉണ്ട്, പിന്നെ നെക്സ്റ്റ് മന്തിലൊരു 5 ഡേയ്സ്. അപ്പോൾ ഒരു 8 + 5 നമുക്കൊരു 13 ഡേയ്സ്, ഒരു റൗണ്ട് ഓഫ് ഇതൊരു 10-12 ദിവസം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ജൂൺ 6-നാണ് എക്സാം. അത് ജൂണിൽ എക്സാമിന് മുന്നേ ഒരു 5 ദിവസം നമുക്കുണ്ട്. അപ്പോൾ ആ 5 ദിവസങ്ങളിൽ മാക്സിമം റിവിഷനും പ്രാക്ടീസും മാത്രം ആണ് ഞാൻ ചെയ്യാൻ പേഴ്സണലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയമൊക്കെ ഞാൻ കുറേയൊക്കെ പഠിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് മെൻ്റലി കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 7 ഡേ എങ്ങനെ പോകണം, ഇനിയുള്ള അടുത്തൊരു 7-8 ദിവസം, അതായത് 31st വരെ എങ്ങനെ പോകണമെന്നുള്ളതാണ് ഞാനിപ്പോൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഒരു ആവറേജ് മാർക്സൊക്കെ കിട്ടി ഒരുവിധം നമ്മളൊരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനായിരിക്കും ഈ ഒരു പ്ലാൻ കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. പക്ഷേ ഏറ്റവും കൂടുതൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എത്രയൊക്കെ പോയാലും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്ലാനാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ജിക്ക് എനിക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് വേണം എന്ന് തോന്നുന്നുണ്ട്. അതിലും അത്യാവശ്യം ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ വരണമെന്നില്ല, കാരണം പലരും പല ഫേസസ് ഓഫ് ലേണിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ പലരും പല സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് എൻ്റെ പ്ലാൻ ചിലപ്പോൾ നിങ്ങളുടെ പ്ലാനുമായിട്ട് മാച്ച് ആവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഞാനീ പറയാൻ പോകുന്നതിനേക്കാളും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. പിന്നെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ്സ് എടുക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ഒരാഴ്ചത്തെ പ്ലാൻ, അതായത് ഇന്ന് ഇപ്പോൾ ഡേറ്റ് നോക്കിയാൽ 23rd ആണ്. അപ്പോൾ ഈ 23rd തുടങ്ങിയിട്ട് നമുക്ക് ഈ മന്ത് ലാസ്റ്റ് വരെ ആകുമ്പോൾ എങ്ങനെയൊക്കെ പോകണം, ഒരു ഡെയിലി ഞാൻ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ വീക്കിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് MEMൻ്റെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡെയിലി നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, 10 മലയാളം, 20 ഇംഗ്ലീഷ്, 20 മാത്സ്. അപ്പോൾ ആ ഒരു മോക്ക് പോലെ ഡെയിലി ചെയ്യണം. ഇതിനു വേണ്ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വൊക്കാബ്സ്പീഡിയയുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ അവിടെ അവർ വൊക്കാബ്സ്പീഡിയയുടെ തന്നെ മാർക്ക്ഡ് PDFs കിട്ടും. ആൻസർ മാർക്ക് ചെയ്തതും മാർക്ക് ചെയ്യാത്തതുമായിട്ട് 2021 തൊട്ട് 2025 വരെയുള്ള എല്ലാ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സെറ്റുകളും ഒരു PDF ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതാണ് റെഫർ ചെയ്യുന്നത്. ഇപ്പം അത് കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചെയ്ത് വന്നിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഇതുപോലെ ഡെയിലി പോലെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എൻ്റെ MEM ചെയ്യാനായിട്ട്. അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. അത് തീരുമ്പോഴത്തേക്കും അടുത്ത് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ChatGPTയിൽ ജനറേറ്റ് ചെയ്യാം. അതിനേക്കാളും എൻ്റെ കയ്യിൽ സോഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ്ങിന് പോകേണ്ട അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് PYQസും തരും, പിന്നെ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്യും. അപ്പോൾ അവിടെ വീണ്ടും എനിക്ക് ഡിഗ്രി ടൈപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ അത് യൂസ് ചെയ്യും. ഇപ്പം ഇങ്ങനെ ഇല്ലാത്ത സോഴ്സ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ ചെക്ക് ചെയ്യാം. ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം. നമുക്ക് 50ക്ക് 50 കിട്ടുന്നത് വരെയും അത് നമുക്ക് യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ ചെയ്ത് തന്നെ ഒന്നുകൂടെ ചെയ്തു എന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇന്ന് ചെയ്തതൊരു 10 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഡെയിലി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ ഒരു സെറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് 10th ലെവൽ 12th ലെവൽ ക്വസ്റ്റ്യനൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ 30 ചോദ്യങ്ങളെല്ലാം 10 വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 സെറ്റ് ചെയ്യണം. കാരണം നമുക്ക് മാത്സും ഇംഗ്ലീഷും അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് നോക്കണം. അതാണ് എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ അനലൈസിങ് PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോ ഫാർ ബൈ ദി എൻഡ് ഓഫ് ദി വീക്ക്. അപ്പോൾ അത് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ ബേസിക്കലി ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടൊന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. ഈ 2026 നടന്ന എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, ജനറൽ PSC ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എന്ത് ചെയ്യണം, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അത് ഡിഗ്രി ലെവലാണെങ്കിൽ പ്രത്യേകിച്ചും ചെയ്ത് നോക്കണം. ചില ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പോൾ IT കയറി വരാറുണ്ട്, ചിലപ്പോൾ കുറച്ച് GK ഒക്കെ കയറി വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ അനാലിസിസ് എന്തുകൊണ്ട് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളിപ്പം ഒരുപാട് സോഴ്സസ് റെഫർ ചെയ്യുന്നത് യൂട്യൂബിലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നവർ കോച്ചിങ് ഉണ്ടെങ്കിൽ അവർ കോച്ചിങ് ഫോളോ ചെയ്യും. എന്നാലും നമ്മൾ പലതും തേടി വരുന്നത് യൂട്യൂബിലാണ്. പിന്നെ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവരും അവരുടേതായ രീതിയിലൊരു അനാലിസിസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ
ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത് അതിന് പ്രിപ്പയർഡായിട്ട് പോവുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ 100% ഒന്നും എല്ലാവർക്കും പ്രിപ്പയർ ചെയ്തിട്ട് പോകാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് അതിന് പ്രിപ്പയർഡായിട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മളെന്നുള്ള മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മളൊരു കോച്ചിങ്ങിനെയോ ഒരു യൂട്യൂബ് ചാനലിലോ ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതല്ല. ഞാൻ പേഴ്സണലി ഒരു ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് എനിക്കത് സ്വയം മനസ്സിലായ ഒരു കാര്യമാണ്. നമുക്കെല്ലാം ഫീഡ് ചെയ്ത് കിട്ടത്തില്ല. നമ്മൾ സ്വയം എന്താണോ വേണ്ടത് നമ്മൾ സ്വയം തേടി തന്നെ പോകണം. അപ്പോൾ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ PSC ട്രെൻഡ് എന്താണ് നമുക്കറിയാം. കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, പഠിക്കുന്ന കുട്ടികൾ കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സിലബസിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. PSCയുടെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസും ഡിഫിക്കൽട്ടി ലെവലും മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാവണം. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് നോക്കാറില്ലായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി ലെവൽ ഒരുപാട് എക്സാംസ് ഒന്നും നമുക്ക് പ്രിലിംസിന് മുന്നേ ഉണ്ടായിട്ടില്ല. കൂടുതലും 12th ലെവൽ 10th ലെവലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ പൊതുവെ കണ്ടതെന്ന് വെച്ചാൽ കുറേ നമ്മൾ ഡിഗ്രി ലെവലിന് ഇതിന് മുന്നേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ അവിടെ കണ്ടിട്ടുള്ളത്. ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്ന സെയിം അമെൻമെൻറ്റ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പ്രിലിംസിന് ചോദിച്ചിരുന്ന അമെൻമെൻറ്റുകൾ ആണ് ഇപ്പോഴത്തെ 10th 12th ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെയായി 10th +2. അപ്പോൾ ഡിഗ്രിക്ക് എന്ത് ചോദിക്കും? അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓക്കെ ചിലപ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മാറിയിട്ട് ചിലപ്പോൾ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അമെൻമെൻറ്റ്സിൻ്റെ തന്നെ കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള പോയിൻറ്റ്സ് ചിലപ്പോൾ ചോദിക്കും. ഏത് ആർട്ടിക്കിളാണ് ആഡ് ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡീപ്പറായിട്ട് ചോദിക്കുമായിരിക്കും. അല്ലായെന്നുണ്ടെങ്കിൽ കേസുകൾ, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കേസുകൾ അങ്ങനെയൊക്കെ ചോദിക്കുമെന്നൊരു പ്രഡിക്ഷനിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് സ്വയം നമ്മൾ ചെയ്താലേ നമുക്ക് മനസ്സിലാവും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് നമുക്കിത് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക, അതും ലേറ്റസ്റ്റ്. പഴയ ഇത് പ്രാക്ടീസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് വെച്ച് ഒരു അനാലിസിസും ചെയ്തിട്ട് കഴിഞ്ഞൊരു 6 മാസം ഇനി നിങ്ങൾ അടുത്ത മെയിൻസിന് പോകുമ്പോഴത്തേക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് തൊട്ട് വേണം അനലൈസ് ചെയ്യാൻ. ജനുവരി തൊട്ടേ ഉള്ളത് അനലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പിന്നെ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിനായിക്കോട്ടെ വേറെയൊക്കെ സ്ഥിരം ഇപ്പോൾ ജിയോഗ്രഫിയിൽ ഫിസിക്കൽ ഡിവിഷൻസിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് കോമൺ ആണ്. ഈ റിവേഴ്സ് ചോദിക്കാറുണ്ട്. പിന്നെ ഫിസിക്കൽ ഡിവിഷൻസിൽ തന്നെ ഹിമാലയാസ് ഒരു ഫേവറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ പ്രിലിംസിനും അത് കണ്ടു. അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കി കുറച്ച് പരിചയമുള്ളതുണ്ട്. അപ്പോൾ ഡീപ്പായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കണക്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എക്സാമിനൊരു അഡ്വാൻറ്റേജ് എന്തായാലും തരും. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ ജൂണിന് മുന്നേ ജൂൺ 6th എക്സാമിന് മുന്നേ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും സോൾവ് ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് നോക്കുക. ഇനി അടുത്താണ് നമ്മൾ പറഞ്ഞു MEM ചെയ്യുന്നുണ്ട്. അപ്പോൾ MEM ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണലായിട്ട് കുറച്ച് മലയാളം, ഇംഗ്ലീഷ്, മാത്സൊക്കെ റിവിഷനും പ്രാക്ടീസും ചെയ്യണ്ടേ. അതാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഡെയിലി എന്താ ചെയ്യുന്നത് വെച്ചാൽ വൊക്കാബുലറി കുറേയൊക്കെ ഞാനിപ്പോൾ പഠിച്ചിട്ടുണ്ട്. വേർഡ്സൊക്കെ ഒരുപാടൊന്നും അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡിയംസ്, ഫ്രേസസ്, വൊക്കാബുലറിയിൽ സിനോണിം, ആൻറ്റണിംസ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വൊക്കാബുലറിയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര നോട്ട്സ് ഉണ്ടോ അത് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്. വൊക്കാബ് സ്പീഡിയുടെ PYQ സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. പ്ലസ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എനിക്ക് റെഫർ ചെയ്യാൻ വേറൊരു ബുക്കും കൂടിയുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ്റെ SSCയുടെ കിരണിൻ്റെ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടെ എനിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ 10 മാർക്ക് പാർട്ട് എന്ന് പറയുന്നത് ഗ്രാമറാണ്. അപ്പോൾ ഈ ഗ്രാമർ പോർഷന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് നോട്ട്സ് ഒന്നുമില്ല. കാരണം ഞാൻ ഒരുവിധം ഇംഗ്ലീഷ് വായിച്ച് ഈ ക്വസ്റ്റ്യൻ വായിച്ച് സുഖം തോന്നുന്ന രീതിയിൽ ആൻസർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത് പലപ്പോഴും എനിക്ക് പ്രശ്നം വരാറുണ്ട്. കാരണം റൂൾസ് അറിയാതെ നമ്മൾ ചുമ്മാ എഴുതുമ്പോൾ ചിലതൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തത് അവോയ്ഡ് ചെയ്യാൻ, അങ്ങനത്തെ മാർക്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്, അങ്ങനത്തെ നെഗറ്റീവ് മാർക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഗ്രാമർ ടോപ്പിക്സിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് 13 ടോപ്പിക്സേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അത്യാവശ്യം ഒരു കണ്ടൻറ്റ് ChatGPTയും യൂട്യൂബും പെട്ടെന്നുള്ള കുറച്ച് കണ്ടൻറ്റൊക്കെ വെച്ച് ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഡെയിലി ചെയ്യേണ്ടത്. ഇതിനൊന്നും ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുന്നില്ല. മാക്സിമം ഒരു 45 മിനിറ്റ്സാണ് ഈ വൊക്കാബുലറിയും ഇതിനും കൂടെ ഞാൻ കൊടുക്കാനായിട്ട്
ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കറിയാം ഇതൊരു 30 മിനിറ്റ്സ് കൊടുക്കണം. അങ്ങനെ 30 മിനിറ്റ്സ് കൂടുതൽ കൊടുക്കരുത്. 50 ചോദ്യം ഇംഗ്ലീഷ്, മാത്സും മലയാളവും കൂടെ ചേർത്ത് 50 ചോദ്യം 30 മിനിറ്റിൽ ചെയ്താലേ GK നമുക്ക് അത്രയും ടൈം എടുക്കാൻ പറ്റും. ഈ 30 മിനിറ്റിൽ ചിലപ്പോൾ നമുക്ക് ഒരു റൗണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി വരാനുള്ള ടൈം കിട്ടും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ 30 മിനിറ്റ് വളരെ സ്പീഡിൽ MEM ചെയ്ത് കഴിഞ്ഞാൽ GK നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും, ഇതെനിക്ക് അറിയത്തില്ല എന്ന് നമുക്ക് പറ്റും. പക്ഷേ അപ്പോൾ ഇവിടെ നമുക്ക് പക്ഷേ ഒന്നും കൂടെ ആലോചിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസുള്ള ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ 30 മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 30ഉം 45ഉം കൂടെ എത്ര മിനിറ്റ് ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 30, നമുക്ക് പിന്നീട് ലാസ്റ്റ് എത്ര ടൈം നമുക്ക് ഒരു ദിവസം ഇരിക്കേണ്ടി വരുമെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു 30-45. പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്സും ഡെയിലി, ഇത് ഒരു 2 to 4 ടോപ്പിക്സ് പെർ ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടോപ്പിക്സും ഒന്ന് ഒരു ടൈം കവർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതായത് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക, ഫോർമുലാസ് നോക്കുക, ട്രിക്കുകളൊക്കെ നോക്കി വയ്ക്കുക. എന്നിട്ട് ഓരോ ദിവസവും 2 മുതൽ 4 ടോപ്പിക്ക് വരും. ഇപ്പോൾ ഈ 2 മുതൽ 4 ടോപ്പിക്ക് ഇതിൽ മെൻ്റൽ എബിലിറ്റിയും കൂടെ വരും കേട്ടോ. അപ്പോൾ ഈ 2 മുതൽ 4 ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു റിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ കിട്ടും. ഇതിൽ ഒരു 4 ടോപ്പിക്ക്, 1, 2, 3, 4. ഇവിടെ ഞാനൊരു 7-8 ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ ഒരു 8 ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ ഒരു എളുപ്പമുള്ള ടോപ്പിക്ക് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോൾ തന്നെ നോക്കിക്കാം, മാത്സിൽ 4 ടോപ്പിക്കിൽ നിന്ന് ഞാൻ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? ഒരു 7, 7, 14, 15, 20, 30 ചോദ്യം. 30 ചോദ്യം പ്ലസ് ഒരു MEM സെറ്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം മാത്സ് ഇത്രയൊക്കെ പോരെ? ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൂടിപ്പോയാൽ ഒരു എത്ര മണിക്കൂർ എടുക്കും? ഒരു 1.5 മണിക്കൂർ എടുക്കും അല്ലേ, ഒരു 30 ചോദ്യം ചെയ്യാൻ. അതും നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്ത് വെച്ചു, പുതിയത് പഠിക്കുന്നതൊന്നുമല്ല, പഠിച്ചത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ പോരെ? മാക്സിമം പോയി ഒരു 2 മണിക്കൂർ. ഞാനൊക്കെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തന്നെ 45 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, ഒരു 2 hours കൊടുക്കാം. 2 hours ഒന്നും വേണ്ടി വരില്ല, പക്ഷേ 2 hours കിടന്നോട്ടെ. ഓക്കെ, 2 hours-ഉം 2.5, 2 hours-ഉം നമുക്കൊരു 3 hours-ഉം 15 മിനിറ്റ്സുമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. 3 hour 15 മിനിറ്റ്സ്, ഇത് ഓർത്ത് വെക്കുക. 3.25 മണിക്കൂറാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് മലയാളത്തിൽ കുറച്ച് 10, 11, 12 കുറച്ച് ടോപ്പിക്സ് എന്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാത്തതാണ് ഈ ബിയിൽ കൊടുത്തിട്ടുള്ളത്. ഒറ്റപ്പദം, വിപരീതം, പര്യായം, ഘടകപദം, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസം, അതായത് ഒറ്റപ്പദം കുറേയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി 2-3 ദിവസം കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അടുത്ത 2-3 ദിവസം വിപരീതം നോക്കാം. അടുത്ത 2-3 ദിവസം ഘടകപദം, ഏറ്റവും ലാസ്റ്റ് പര്യായം ഏറ്റവും വലിയൊരു സെക്ഷൻ ആയതുകൊണ്ട് ഞാനത് പതുക്കെ നോക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 2-3 ദിവസം എടുത്ത് ഓരോന്നോരോന്നായിട്ട് തീർക്കണം. അപ്പോൾ ഇതിനൊരു 15 മിനിറ്റ് ഡെയിലി കൊടുത്താൽ മതി. കാരണം നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഠിച്ചാൽ മതി. ഇവിടെ റിവിഷൻ ഒരു 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റൊക്കെ മതി. മലയാളം ഒരുപാടൊന്നും നമുക്കങ്ങനെ നോക്കാനില്ല. പിന്നെ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യുക, നോട്ട്സ് വായിക്കുക, അത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്. അപ്പോൾ 10ഉം 15ഉം കൂടെ ഒരു 25 മിനിറ്റ്. അപ്പോൾ 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ 20, 40, 3 മണിക്കൂറും 40 മിനിറ്റുമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? വെറും 3.5 മണിക്കൂർ ഇരുന്നാൽ മതി. ഒരു ദിവസം 24 മണിക്കൂറിൽ നിങ്ങൾ 12 മണിക്കൂർ ഉറങ്ങിയാൽ പോലും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിച്ചാലും പിന്നെ 12 മണിക്കൂർ പഠിക്കാനെടുക്കാം. അതിൽ ഫുൾ 12 മണിക്കൂറും പഠിക്കണ്ട, നമുക്കതിൽ ഒരുപാട് നേരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതിൽ 3.5 മണിക്കൂർ കൊടുത്താൽ തന്നെ നിങ്ങളുടെ 50 മാർക്കിന് വേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എത്ര മാർക്ക് വാങ്ങുന്നവരാണെങ്കിലും സ്വാഭാവികമായിട്ടും മാർക്ക് കൂടില്ലേ? നിങ്ങൾ അത്രയും ഡെപ്തിൽ പഠിക്കുവാണെങ്കിൽ എന്തായാലും മാർക്ക് കൂടും. ഒരുവിധം പഠിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് വരാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം പേര് ഐഡിയാസ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ബാക്കി GK കാര്യങ്ങളാണ്. അത് എൻ്റെ ഒരു ലെവൽ അനുസരിച്ചാണ്. ഇപ്പോൾ പൊളിറ്റിയിൽ ഞാൻ അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അമെൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, കേസസ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ടൈം കിട്ടുന്നതനുസരിച്ച് നോട്ട് ഉണ്ടാക്കണം, പഠിക്കണം. മെയിനായിട്ടും ഇത് രണ്ടുമാണ്. കേസസ് ഞാൻ അങ്ങനെ നോക്കുന്നില്ല, കാരണം കേസസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി, കാരണം ഈ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും ഞാൻ കാണുന്നില്ല അത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു മാർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട. അമെൻമെൻറ്റ്സ് എന്തായാലും നോക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നോക്കണം, കാരണം അത് ഒരു 50% ചെയ്തു വെച്ചതാണ്. അപ്പോൾ അത് ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ച് കവർ ചെയ്ത് പോകണം. ചോദിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ വരുന്നത് IT ആണ്. IT റിവിഷൻ്റെ കേസ് വരുമ്പോൾ IT ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ പഠിക്കാനൊക്കെ ഉണ്ട്, പക്ഷേ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആണ്. എല്ലാം എൻ്റെ റിസോഴ്സസൊക്കെ പക്കയാണ്. ഇനി അപ്പോൾ റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോട്ട്സ് റിവിഷൻ ചെയ്ത് പോകുക. അതാണ് ഈ 7 ദിവസത്തിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അടുത്തപ്പോൾ പൊളിറ്റി കഴിഞ്ഞു, IT കഴിഞ്ഞു. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ. ഇതിൽ ഞാൻ സ്പോർട്സും ലിറ്റററി അവാർഡ്സ്, ഇമ്പോർട്ടൻറ്റ് സമ്മിറ്റ്സ്, വെന്യൂസ്,
ഇത്രയും മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. സ്പോർട്സ് എനിക്ക് അത്യാവശ്യം നോക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് വീക്കാണ്, പക്ഷേ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള സ്പോർട്സ്, ഒളിമ്പിക്സ് ഇതെല്ലാം നോക്കുക, വെന്യൂസ്, അതിൽ ജയിച്ചതാരൊക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി അവാർഡ്സും സമ്മിറ്റ്സും വെന്യൂസും ഇത്രയും കൂടെ എനിക്ക് ഈ ഒരാഴ്ചയിൽ തീർക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കത്തില്ല. ഈ പോളിറ്റിയൊക്കെ എനിക്ക് ഒരുപാട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും ഇല്ല. IT റിവിഷൻ ചെയ്യണം, സ്പോർട്സ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഉള്ളത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അത്യാവശ്യം എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഞാൻ സൈലത്തിൻ്റെ കോച്ചിങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ തന്നെ ഒരു ബുക്ക്ലെറ്റ്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക്ലെറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് ഈ വൊക്കാബ് സ്പീഡിയുടെ ക്വസ്റ്റ്യൻ ബാങ്കും കൂടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടെ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കൂടുതൽ എഫേർട്ട് ഇടാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് മറ്റതിലില്ല. ഇപ്പോൾ മെയിൻസിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇല്ല. പക്ഷേ പല ടോപ്പിക്സ് മാറി കയറിയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് കൊടുക്കുന്നില്ല ഫോക്കസ്. സിവിക്സിലാണെങ്കിലും ലോകൾ പോയിട്ട് ബാക്കി കുറേ കാര്യങ്ങൾ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി അതൊക്കെ ഇനിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ഡെപ്തിലോട്ടെല്ലാം പോകുന്നില്ല, എല്ലാം ഒന്ന് ഒരു ഉപരിതലം എന്ന രീതിയിൽ കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അടുത്ത എക്കണോമിക്സ് അത്യാവശ്യം ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇനി എനിക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തത് ഞാൻ ഒരു തവണ നോട്ട്സും റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി വൊക്കാബ് സ്പീഡിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. പിന്നെ സ്ഥിരം തെറ്റിക്കുന്ന ഏരിയാസാണ് ഈ മോണിറ്ററി, ഫിസ്ക്കൽ പോളിസി, ബഡ്ജറ്റ്, ടാക്സേഷൻ, ഡെഫിസിറ്റ്, നാഷണൽ ഇൻകം. എനിക്ക് സ്ഥിരം മിസ്റ്റേക്ക് വരുന്നതാണ്. എങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കുക എന്നുള്ളത് റിവിഷൻ സമയത്ത് ഞാനൊന്ന് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലേ എനിക്കതിലൊരു സ്ട്രെങ്ത് കിട്ടുള്ളൂ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെമിനൈയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നല്ല ചോദ്യങ്ങൾ SSC UPSC ലെവലിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ തരും. നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ആ സമയത്ത് ഷെയർ ചെയ്യാം കേട്ടോ. ഇന്ന് വേണമെന്നുള്ളൊരു മെൻഷൻ ചെയ്തിരുന്നാൽ മതി. പിന്നെ ഇനി നമുക്കുള്ളത്, ഇപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്സ് കഴിഞ്ഞു, IT കഴിഞ്ഞു, സിവിക്സ്, പൊളിറ്റി, എക്കണോമി. ഇനി ജോഗ്രഫി, ഹിസ്റ്ററി ആണുള്ളത്. ജോഗ്രഫിയിൽ കേരള ജോഗ്രഫി എനിക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. അപ്പോൾ എൻ്റെ കുറച്ച് നോട്ട്സ് ഉണ്ട്, റാങ്ക് ഫയലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റൊക്കെ ഒന്ന് സമയം കിട്ടുവാണെങ്കിൽ വായിക്കും. ഇത് ലാസ്റ്റ് പ്രയോറിറ്റിയാണ്. എന്നാൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി അവിടെ നിന്ന് ഇവിടുന്ന് ഞാൻ കുറേ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് ചെയ്യണം. പെൻഡിങ് ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ് കേൾക്കണം. റാങ്ക് ഫയലുണ്ട്, ബുക്ക്ലെറ്റുകളുണ്ട്. എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചുള്ളൊരു പഠനം നടത്തണം. എൻ്റേതായ ഒരു നോട്ടും കൂടെ ഉണ്ടാവണം അപ്പോഴത്തേക്കും, പഠിച്ച് കഴിയുമ്പോഴത്തേക്കും. പിന്നെ വൊക്കാബ് സ്പീഡിലെ ക്വസ്റ്റ്യൻ ബാങ്ക്, ജെമിനൈയിൽ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുക. പിന്നെ NCERTയുടെ കുറച്ച് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് കോച്ചിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി വരുന്നത് കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഇതുപോലെ ഹിസ്റ്ററിയിൽ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഏറ്റവും കൂടുതൽ ലാഗ് ഇട്ടിട്ടുള്ളത്. കാരണം എനിക്ക് എന്തായാലും ഹിസ്റ്ററി ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു ടോപ്പിക്കാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയത് തന്നെ മെയ്യിലാണ് ഹിസ്റ്ററി. നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി കുറച്ച് ടഫാണ്. എന്നാലും പറ്റുന്ന പോലെ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഞാൻ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നോട്ട്സ് റിവൈസ് ചെയ്യുക, കൂടുതൽ ആഡ് ചെയ്യുക, പോയിൻറ്റ്സ്, റാങ്ക് ഫയൽ നോക്കുക, പിന്നെ വൊക്കാബ് സ്പീഡിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുക, ജെമിനൈയിൽ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇതേ ഉള്ളൂ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും. പഠിക്കാനുണ്ട് ഇനിയും, അതിലും പെൻഡിങ് ഉണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യൻ ഹിസ്റ്ററി എനിക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. ആകെ 1857 റിവോൾട്ട് അറിയാം, പിന്നെ മഹാത്മാഗാന്ധിയുടെ കുറേ ഇൻസിഡൻസിൻ്റെ പേരുകളൊക്കെ അറിയാം. പക്ഷേ ചോദ്യം വരുമ്പോൾ ഉത്തരം ചെയ്യാനുള്ളൊരു അറിവൊന്നും ഇല്ല. അപ്പോൾ അവിടെ ഒരുപാടൊന്നുമില്ല. ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ബേസിസിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് നോട്ട്സ് പഠിക്കണം, ക്വസ്റ്റ്യൻസും ചെയ്ത് നിർത്തുക. കാരണം ജസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കി വയ്ക്കുക. അടുത്ത ഈ എക്സാം കഴിയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലിനിപ്പോൾ എത്രയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എനിക്കിനിയൊരു ഈ 10-12 ദിവസം കൊണ്ട് എനിക്ക് വലിയൊരു ചേഞ്ചൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റ് പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നതിനേക്കാളും പഠിച്ചെടുക്കാൻ പറ്റുന്ന പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡെയിലി GK നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. 3.5 മണിക്കൂർ MEM പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3 മണിക്കൂർ ഇതുപോലെ GK പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ പുതിയത് പഠിക്കാനും ഒരു 1.5 മണിക്കൂർ റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും വേണ്ടി എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റും. പക്ഷേ ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 6 മണിക്കൂറൊക്കെ വളരെ കുറവാണ്. നമുക്കൊരു ദിവസം ഒരു 10 മണിക്കൂർ വരെ പഠിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷേ അത് ഓരോരുത്തരുടെ എനർജിയും കപ്പാസിറ്റിയും പോലെയാണ്. എനിക്കൊക്കെ പേഴ്സണലി അത്രയും ടൈമൊന്നും ഇരുന്ന് പഠിച്ചാൽ ഞാൻ ഓവർ ബേൺഡായി പോകും. മെറ്റബോളിസം ഹൈ ആയിട്ടുള്ളൊരു ആളും കൂടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ച് ഭയങ്കര ടയേർഡായി പോകും.
അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെ ഹെൽത്തും ഓരോരുത്തരുടെ സിറ്റുവേഷൻസും അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു പ്ലാൻ ഉണ്ടാക്കാനൊരു ഹെൽപ്പ് ചിലപ്പം കിട്ടിയെന്ന് വരും. അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. അതെനിക്കും ഒരു ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അനാലിസിസ്, നമുക്ക് തോന്നുന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയാൽ, കാരണം എല്ലാവരും ഒരേ എയിമോടെ നിൽക്കുന്നവരാണ് നമുക്കൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവർക്ക് നല്ലത് തന്നെ കിട്ടും. അപ്പോൾ ഈ ടിപ്സിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേർത്തി ആയിട്ടുള്ള എന്തെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. ചിലപ്പോൾ വേറെ ഒരാൾക്ക്, എനിക്കല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരാൾക്ക് ആ മെസ്സേജ് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിന്ന് വരും. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും പറയാം. പിന്നെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വേറൊരു വീഡിയോയിലോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി സെഷനിൽ ലൈവിലോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ സ്റ്റഡി വിൽ ഓൾ. ബൈ.